ഭഗവത്ഗീത പഠിക്കാൻ എൻ്റെ ഭഗവത്ഗീത ഇപ്പം 27 or 28 അങ്ങാണ്ട് വന്നിട്ടുണ്ട് ലക്ഷ്മിയുടെ. അതിന് മുമ്പ് ഭഗവത്ഗീതയുടെ പ്രധാന ശ്ലോകങ്ങളൊക്കെ ഇംഗ്ലീഷിൽ ഭഗവത്ഗീത ടിഡ്ബിറ്റ്സ് എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. ചാപ്റ്റർ വൈസ് സമ്മറി, 6 ചാപ്റ്റർ, പിന്നത്തെ 6 ചാപ്റ്റർ, പിന്നത്തെ 6 18 അധ്യായമല്ലോ, അങ്ങനെ 3 തരംതിരിച്ചിട്ട് ചാപ്റ്ററിൻ്റെ സിനോപ്സിസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊരു പ്ലേലിസ്റ്റിലുണ്ട്. പിന്നെ ശ്ലോക ബൈ ശ്ലോക എടുത്തിട്ട് അമേരിക്കയിൽ ഞാൻ വെള്ളിയാഴ്ച എത്തി, ശനിയാഴ്ച മുതൽ പഠിപ്പിച്ചു തുടങ്ങിക്കൊണ്ട് അന്ന് ബുക്ക് പോലും കൊണ്ടുപോയിട്ടില്ല. കാരണം ഇതൊന്നും വിചാരിച്ചിട്ട് പോയതല്ല. പക്ഷെ അന്ന് അവിടെ പഠിപ്പിച്ചു തുടങ്ങിയത് ഭഗവത്ഗീത എല്ലാ ശ്ലോകങ്ങളും ചാപ്റ്റർ 1 മുതൽ. പക്ഷെ അത് പഠിപ്പിച്ച് അവസാനം എത്തുമ്പോഴത്തേക്കും ഞാൻ തിരിച്ചു വരേണ്ടി വന്നു, 6 മാസം കഴിയുമ്പോഴത്തേക്കും. പിന്നെ ബാക്കി ഓൺലൈൻ. അടുത്ത കാലത്ത് യുണൈറ്റഡ് നേഷൻസ് യോഗ കമ്മ്യൂണിറ്റിയിൽ ഭഗവത്ഗീത പഠിപ്പിച്ചിട്ടുണ്ട്. മലയാളത്തിലുള്ളത് ഇപ്പോൾ ഇതൊന്ന് മാത്രം, പിന്നെ പ്രഭാഷണങ്ങൾ. അപ്പോൾ ഞാൻ ഭഗവത്ഗീത പഠിപ്പിക്കുമ്പോൾ ബാക്കി എല്ലാവരും പഠിപ്പിക്കുന്നതല്ല, ശങ്കരാചാര്യർ ഭഗവത്ഗീതക്ക് 1-ാം അധ്യായത്തിന് വ്യാഖ്യാനം ചെയ്തിട്ടില്ല. കാരണം വെച്ചാൽ 1-ാം അധ്യായം ഭഗവത്ഗീതയല്ല. ഭഗവത്ഗീത എവിടെ എപ്പോൾ എങ്ങനെ നടക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു പശ്ചാത്തലം ഒരുക്കുന്നത് മാത്രമാണ്. ആണോ അല്ലയോ? ഇല്ലേ? നാടകം കാണാൻ പോകുമ്പോൾ സ്റ്റേജ് കെട്ടുന്നത് കാണേണ്ട കാര്യമുണ്ടോ? ഞാൻ ഇല്ലല്ലോ. പിന്നെ ഭഗവാൻ ശ്ലോകം തുടങ്ങുന്നത് 2-ാം അധ്യായത്തിലെ എത്രാമത്തെയാ? 11-ാമത്തേതല്ല, അതിന് മുമ്പുണ്ട്, 7-ാമത്തെ. ഞാൻ പലയിടത്തും 11 പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ അതങ്ങനെ വിശ്വസിക്കരുത്. ഞാൻ ആ കോണ്ടെക്സ്റ്റിൽ പറയുന്നതാണത്. മനസ്സിലാവുണ്ടോ? ആണോ? പിന്നെ 11 എന്താ പറയണേ? അതിനു മുമ്പ് വഴക്ക് പറയുന്നില്ലേ? അതേതാ ശ്ലോകം? ഒമ്പതാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ ശ്ലോകത്തിൽ തുടങ്ങും. സഞ്ജയ ഉവാച അല്ലേ? അതിനു മുമ്പ് കാർപ്പണ്യദോഷക്ക് 7-ാമത്തേൽ പറയുന്നു. ആര് പറയുന്നു? ഭഗവാൻ പറയുന്നത് 2-ാമത്തെ ശ്ലോകത്തിലാണ്. വഴക്ക് പറയുന്ന ശ്ലോകം എന്ന് ഞാൻ പറഞ്ഞതാണ്. ഇപ്പൊ 11-ലല്ല തുടങ്ങുന്നത്. ഭഗവാൻ തുടങ്ങുന്നത് 2-ാമത്തെ ശ്ലോകത്തിൽ തന്നെയാണ്, അല്ലേ? പക്ഷെ അവിടെ ഭഗവത്ഗീതയില്ല. 2ഉം 3ഉം എന്താണ്? വഴക്ക് പറയുന്നതാണ്. വഴക്ക് പറയുന്നത് എങ്ങനെയാ ഭഗവത്ഗീതയാവോ? എനിക്ക് നാണില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് പറയില്ലേ, ഇല്ലേ? എന്താ കാരണം? അയാളൊന്ന് വരുതിയിലിരുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ശരിക്കും ഭഗവത്ഗീത തുടങ്ങുന്നത് 2-ാമത്തെ അധ്യായത്തിൽ 11-ാമത്തെ ശ്ലോകത്തിലാണ്. അതേതാ? അശോച്യ. അപ്പൊ ശരിക്കും പഠിക്കാൻ തുടങ്ങുന്നവർക്ക് താല്പര്യത്തോടു കൂടി ആദ്യം തന്നെ ബോറിംഗ് ക്ലാസ് കൊടുത്താൽ എന്തായിരിക്കും? എന്തുകൊണ്ടാണ് സ്കൂളിൽ സാധാരണ ടൈം ടേബിൾ കൊടുത്താൽ ആദ്യം മാത്തമാറ്റിക്സ് ഇടാത്തത്? ഇടില്ല. മാത്തമാറ്റിക്സ് ഫസ്റ്റ് ക്ലാസ് മിക്കവാറും കൊടുക്കാറില്ല. ഉണ്ടോ? ഇല്ല. അത് മഹാമോറ് ചിന്മയ മാത്രം. എൻ്റെ തിരുവനന്തപുരം ചിന്മയുടെ ഗുണം ഞാൻ വന്നപ്പോഴേ അറിഞ്ഞത്. മനസ്സിലായോ? നല്ല സ്കൂൾസിലൊക്കെ സാധാരണ ക്ലാസ് തുടങ്ങുക ഇംഗ്ലീഷോ ഹിന്ദിയോ, അല്ലേ? അതിനൊരു ഒരു ഒരു ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്ന സബ്ജക്റ്റാണ്. ഫൈൻ. അപ്പോൾ എന്ത് ചെയ്യണം? ആ ശ്ലോകം മാത്രം സെലക്ട് ചെയ്ത് പഠിക്കുക. ഇപ്പം തെലുങ്കിൽ ഏറ്റവും നല്ല പോലെ ഭഗവത്ഗീത ചൊല്ലുന്നത് ആരാന്ന് ചോദിച്ചാൽ ഘണ്ടശാല. നിങ്ങൾക്ക് നന്നായിട്ട് കേൾക്കണമെങ്കിൽ ഞാൻ ഗ്രൂപ്പിലിടാൻ വേണമെങ്കിൽ ഞാൻ. ഓക്കെ. ഘണ്ടശാല ആരുടെയെങ്കിലും ഫോണിൽ നെറ്റ്, എൻ്റെ ഇപ്പോൾ ഉള്ളത് ഞാൻ ഇതിനകത്ത് കണക്ട് ചെയ്യും. ഘണ്ടശാല അസലായിട്ട് ചൊല്ലും. അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? 100 ശ്ലോകം ബെസ്റ്റ് സാധനം. ചൊല്ലുന്നതിൻ്റെ രീതിയും കുറച്ച് വ്യത്യാസമായിരിക്കും. നിങ്ങൾ സ്ഥിരമായിട്ട് കേട്ടിട്ടുണ്ടോ? യൂട്യൂബിലിട്ട് ഞാൻ എൻ്റെ അടുത്ത് പലരെയും റെഫർ ചെയ്യണം. നമ്മളിതിങ്ങനെ ഉണ്ടാക്കി പഠിക്കുന്നു. നിങ്ങൾ പഠിച്ചിട്ടുള്ളവർ പഠിച്ചിട്ടാണ്. അത് പറയുന്നതിലൊരു കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഘണ്ടശാലയുടെയാണ്. പിന്നെ ഹോളി ഭഗവത്ഗീത എന്ന് പറഞ്ഞിട്ട് എല്ലാ ശ്ലോകങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള സ്വാമിയുടെ ഒരു സംഭവമുണ്ട്. ഇസ്കോണിൻ്റെ എനിക്ക് ഇഷ്ടമല്ല, മഹാബോറ. 100 ശ്ലോകാസ്.
കാരണം ഇസ്കോണിൻ്റെ സ്റ്റൈൽ എന്ന് പറയുന്നത് കുറച്ച് വെസ്റ്റേണൈസ്ഡ് ആണ്. അവർക്ക് രാമനില്ല, കൃഷ്ണൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവർ ഹരേ രാമ ഹരേ കൃഷ്ണ എന്നല്ല പറയാം, ഹരേ കൃഷ്ണ ഹരേ രാമ എന്നാണ് പറയാം. അല്ല, അതൊരു ഒരു കൾട്ടാണ്, ഒരു ഗ്രൂപ്പാണ്. നമുക്കതിന് കുറ്റം പറയാൻ പറ്റുന്നു. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞ ശ്ലോകങ്ങൾ തന്നെ ആവണമെന്നൊന്നുമില്ല. 1-2 ശ്ലോകത്തിലൊക്കെ നമുക്ക് ആദ്യ ഭാഗം തീർത്ത് 2 ശ്ലോകമാകുമ്പോൾ ഭഗവത്ഗീത തീർന്നു ഒരു ബോധമുണ്ട്. അത്ര എളുപ്പമാണ്, അത്ര എളുപ്പമാണ്. അങ്ങനെ കൂട്ടി പ്രൊനൗൺസിയേഷൻ നോക്ക് എന്ത് രസമാണ്. സ്വയം ധ്യാന ശ്ലോകാണ്. ക്ലാരിറ്റി എവിടെ നിർത്തണം, ചൊല്ലി തീർക്കലല്ല, ചൊല്ലി പഠിക്കലാണ്. ഇതില് വിത്തൗട്ട് എക്സ്പ്ലനേഷൻ ശ്ലോകം കട്ട് ചെയ്തിട്ടിടാൻ ഞാൻ. അപ്പൊ ഇതിനകത്ത് ആ ചൊല്ലുന്നതിന്റെ ഭംഗി വലിയ ഭംഗിയായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അത് മാത്രം കട്ട് ചെയ്തിട്ട് ഞാൻ എഡിറ്റ് ചെയ്തിട്ടിടാം. ഏറ്റവും ഇഷ്ടപ്പെട്ട ശ്ലോകം അല്ലെങ്കിൽ ഏറ്റവും കാതലായിട്ട് പഠിക്കാൻ പറ്റിയ മാർഗം, നമ്മൾ ആദ്യം തന്നെ ബോറടിക്കുന്നത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം തീരും. അത് ചിന്മയക്കാർക്കൊക്കെ പറ്റുള്ളൂ, നല്ല ബുദ്ധിയുള്ളവർക്ക്. ആദ്യം തന്നെ മാത്സ് പഠിപ്പിക്കുകയാണ്. അല്ല, ചിലരങ്ങനെയുണ്ട്, ഞാൻ കുറ്റം പറയല്ല. എന്ന് വെച്ചാൽ 10 റൂം ക്ലീൻ ചെയ്യാണ്ടെന്ന് വിചാരിക്കുക. ആദ്യം തന്നെ ഏറ്റവും ക്ലീൻ അല്ലാത്ത പോയിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ വലിയ പണിയൊക്കെ തീർന്നല്ലോ, ഇനി ചെറിയ പണി ചെയ്യാമെന്ന് വിചാരിക്കുന്നതും ഒരു വിധം. മറ്റൊരാളെങ്ങനെയാ എളുപ്പം തീർക്കാൻ പറ്റുന്നത്, ഒരു റൂം പെട്ടെന്ന് തീർന്നല്ലോ, പക്ഷെ അവസാനം ക്ഷീണം വരുമ്പോഴത്തേക്കും ബാക്കി വലിയ സംഭവം ബാക്കിയുണ്ടാവും. എന്നാലും ഒരു റൂമല്ലേ ബാക്കിയുള്ളൂ, 9 എണ്ണം കഴിഞ്ഞല്ലോ എന്ന് വിചാരിക്കും. അത് വളരെ എളുപ്പം തീർക്കാവുന്നതാണ്. അങ്ങനെയാവാം. അപ്പോൾ ഓരോരാളുടെയും മെൻറ്റാലിറ്റി അനുസരിച്ചിട്ടാണ്. ഇതിൽ ഞാൻ ഏറ്റവും എളുപ്പം പഠിക്കാൻ പറ്റുന്ന ഒരു മാർഗം എന്ന് പറയുന്നത് ഇതാണ്. ഒരു ശ്ലോകം ചോദ്യം. അതേതാ? ആദ്യത്തെ ശ്ലോകം തന്നെയാണ്. എന്താണ് ആദ്യത്തെ ശ്ലോകം? ഭഗവത്ഗീത തുടങ്ങുന്ന എവിടെയാണ്? ഉറക്കെ ധർമ്മക്ഷേത്രേ, ഉറക്കെ ചൊല്ല്. കിമകുർവത സഞ്ജയ. സഞ്ജയൻ എന്ന ഡ്രൈവറോട്, അനിയൻ ഡ്രൈവറോട് ഏട്ടൻ രാജാവ് ചോദിക്കുകയാണ്. അതിങ്ങനെ കാണണം മനസ്സിൽ. നമ്മൾ സങ്കല്പിക്കുമ്പോഴേ അത് നമ്മുടെ ഭാഗമാവുള്ളൂ. ഓക്കെ, ചോദിക്കുന്ന എന്താണ്? ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ, ധർമ്മക്ഷേത്രമാകുന്ന കുരുക്ഷേത്രത്തിൽ, അല്ലെങ്കിൽ കുരുക്ഷേത്രമാകുന്ന ധർമ്മക്ഷേത്രത്തിൽ. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ, കുരുക്ഷേത്രേ ധർമ്മക്ഷേത്രേ, രണ്ടും കറക്റ്റാണ്. അത് ധർമ്മക്ഷേത്രമാണെന്ന് ആര് സമ്മതിക്കുന്നുണ്ട്? അല്ലേ? പക്ഷെ അത് ധർമ്മക്ഷേത്രം ആണോ? അല്ല, എന്ന് നമുക്കൊക്കെ അറിയാം. കാരണം അത്ര പോരാ. ഭരണം ജനങ്ങൾക്ക് ഇഷ്ടമല്ല. ധർമ്മം ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന സമയത്താണ് യഥാർത്ഥ ധർമ്മമാവുക. അപ്പോൾ ഇപ്പൊ കുരുവംശം അത്ര നന്നായിട്ടൊന്നും ഭരിക്കുന്നില്ല. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദ യുയുത്സവ മാമക പാണ്ഡവാശ്ചൈവ കിമ കുറുവത സഞ്ജയ. അവിടെ എൻ്റെ ആൾക്കാരും ഉണ്ട്. ആരുണ്ട്? പാണ്ഡവന്മാരും ഉണ്ട്. അപ്പോഴേ ഇയാളൊരു ദുഷ്ടനാന്ന് മനസ്സിലാവും. അച്ഛനില്ലാത്ത മക്കളാണ്, അല്ലേ? കസിൻസാണ്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മുടെ ആൾക്കാർക്ക് എന്ന് പറഞ്ഞ് നിർത്തിയാൽ പോരായിരുന്നു. പക്ഷെ അങ്ങനെയല്ല നിർത്തിയത്. എങ്ങനെയാണ് നിർത്തിയത്? നമ്മുടെ ആൾക്കാരും മറ്റോരും, അത് പാണ്ഡവന്മാർ. അപ്പോൾ ഈ പാണ്ഡവന്മാർ എന്ന് പറയുമ്പോൾ തന്നെ അതിലൊരു അകൽച്ച വരുന്നുണ്ട്, ഇല്ലേ? അതാണ് അദ്ദേഹത്തിൻ്റെ അന്ധത. ഓക്കെ, അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യിപ്പിച്ചതും അങ്ങനെ ശ്ലോകം ചൊല്ലിയത്. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദ യുത്സവ മാമക പാണ്ഡവാശ്ചൈവ കിമ കുർവത സഞ്ജയ. സഞ്ജയ അവിടെ എന്താ നടക്കണേ? അപ്പോൾ ഒരു ചോദ്യം ചോദിച്ചാൽ സഞ്ജയ് ഒരു ഉത്തരം പറഞ്ഞാൽ പോരെ? ആ ഉത്തരം എവിടെയാ പറയണേ? 18-ാമത്തെ അധ്യായത്തിൽ നോക്കുക. 18-ാമത്തെ അധ്യായത്തിൽ എവിടെയാ പറയണേ?
മോള് ഇവിടെ വന്നിരുന്നു കൊട്ടു മോള്. എത്ര സമയമായി? അടുത്തിരിക്കുന്ന ആളുടെ ബുക്ക് നോക്ക്, ഷെയർ ചെയ്യ്. ഇപ്പുറത്തെ ഭാഗത്ത് ഒരാൾ ബുക്ക് നോക്കുന്നില്ല, ഒന്ന് കാണാനുള്ളൊരു ആകാംക്ഷയോടുകൂടി ഒന്ന് എത്തി നോക്കി. അല്ലെങ്കിൽ കയ്യിൽ ഇതുണ്ടോ, ഫോണുണ്ടോ? ഗീത 18-ാമത്തെ അധ്യായത്തില് പറയ്. സഞ്ജയനാണല്ലോ ഉത്തരം പറയേണ്ടത്, ആണോ അല്ലയോ? എന്താ പറയേണ്ടത്? അവിടെ തുടങ്ങിയിട്ട് ഇവിടെ അതാണോ ഉത്തരം? 78-ാമത്തെ ശ്ലോകമാണ് ലാസ്റ്റ് ശ്ലോകമാണോ അല്ലയോ? അപ്പൊ ഉത്തരം ഒന്നാമത്തേൽ തുടങ്ങി എവിടെ തീരണം? 18-ൽ 78 ഉത്തരം. ഒരു ശ്ലോകം ചോദ്യം, അതിനുത്തരം ഒരു ശ്ലോകം. അപ്പൊ സഞ്ജയൻ പറയണം, ഉത്തരം പറയണ്ടേ? അതെവിടെ പറഞ്ഞു? 76-ൽ പറഞ്ഞ 76-ൽ ഭഗവത്ഗീത തീർന്നു. അതിന്റെ ഉത്തരം കറക്റ്റായിട്ട് പറഞ്ഞത് എവിടെയാ? എന്താണ് ഉത്തരം? എത്ര യോഗേശ്വരനായ കൃഷ്ണൻ. അപ്പൊ ഭഗവത്ഗീതയിൽ യോഗ എന്നുള്ള വാക്ക് ഉപയോഗിച്ച് അത് തീർത്തിരിക്കുകയാണ്. യോഗ എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്സിൽ ജോയിനിങ് എന്നാണ്, ചേർക്കുക എന്നാണ്. ഓക്കെ, യോജിപ്പിക്കുക എന്നാണ്. അപ്പൊ എന്തൊക്കെയാ യോജിക്കേണ്ടത്? പാർത്ഥോ ധനുർത്തരഹ, ധനുവായിട്ടിരിക്കുന്ന പാർത്ഥൻ, കയ്യിൽ ആയുധം വേണ്ടിയിട്ടുള്ള പാർത്ഥൻ. പിന്നെയോ എവിടെയാ വിജയം ഉണ്ടാവുക? യോഗേശ്വരനായ കൃഷ്ണനും ധനുധർനായ അർജുനനും ചേർന്നാൽ ഐശ്വര്യവും വിജയവും ഉണ്ടാവും. പിന്നെന്തുണ്ടാവും? ശ്രീ ഉണ്ടാവും. എന്താ ശ്രീ? ഐശ്വര്യം ഉണ്ടാവും. വെറുതെ വിജയിച്ചിട്ട് ഐശ്വര്യം ഇല്ലാണ്ട് പോകുന്നില്ല. ഐശ്വര്യം ഉണ്ടാവും, വിജയം ഉണ്ടാവും. ഇത് രണ്ടും ഗ്യാരണ്ടീഡാണ്. ഉത്തരം കിട്ടി. എന്നാൽ ആദ്യത്തെ ഒരു ശ്ലോകവും അവസാനത്തെ ഒന്നും പറഞ്ഞ് ഭഗവത്ഗീത തീർത്താൽ പോരെ? ഭഗവാൻ വല്ല റോളും ഉണ്ട് അവിടെ. പക്ഷെ ഇത് യോഗേശ്വരനാണെന്ന് പറയിപ്പിക്കാനും അതിനുള്ള ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാനും വേണ്ടിയിട്ടുള്ളതായിരുന്നു ബാക്കി കഥകളൊക്കെ. അപ്പൊ ഭഗവത്ഗീത തീർന്നു. ഒരു ചോദ്യം, ഒരു ഉത്തരം. ഏതാ ചോദ്യം? ഉറക്കെ ചൊല്ല്. ഉത്തരം എന്താണ്? ആര് ചോദിക്കുന്നു? ആരോട് ചോദിക്കുന്നു? സഞ്ജയൻ ഉത്തരം ആരോട് പറയുന്നു? ധൃതരാഷ്ട്രം. അപ്പൊ തുടങ്ങുന്നതും ഒടുങ്ങുന്നതും സഞ്ജയനും ധൃതരാഷ്ട്രർക്കും മാത്രമേ ഉള്ളൂ. ഭഗവത്ഗീത ഇങ്ങനെ തീർക്കാം. ഇനി അത് പോരാ, ഇയാൾ യോഗേശ്വരനാണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അങ്ങനെ ഒരു കൗൺസിലിങ്ങിന് മെൻഡറെ ഉപയോഗിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അദ്ദേഹം എന്താണ് പറയുക? അയാൾ യോഗേശ്വരനാവുന്ന, അല്ലെങ്കിൽ യോഗ നമുക്ക് എന്തിനാണ് ഉപയോഗിക്കുന്നത്? തലകുത്തി നിൽക്കാനാണോ? ശ്വാസം കഴിപ്പിക്കാനാണോ? അല്ല. യോഗ എന്തിനാ? യോഗ കൊണ്ട് ഒരു ഗുണേ ഉള്ളൂ. അതാണ് ഭഗവാൻ തുടങ്ങുന്ന ഭഗവത്ഗീത. അത് 2-ാമത്തെ അധ്യായത്തിലെ 11-ാമത്തെ ശ്ലോകമാണ്. അതെന്താണ്? അശോച്യാൻ അന്യശോചസ്ത്വം. എന്താണ് അശോച്യ? ശോചം, ദുഃഖം. അശോച്യ, ദുഃഖം പാടില്ല. അപ്പൊ ഭഗവത്ഗീതയുടെ കാതൽ എന്താണെന്ന് ചോദിച്ചാൽ ദുഃഖിക്കരുത് എന്നാണ്. യോഗ എന്തിനാണെന്ന് ചോദിച്ചാൽ ദുഃഖിക്കരുത് എന്ന് പറയാനാണ്. യോഗേശ്വരൻ നമുക്ക് തരേണ്ട കഴിവെന്താണ്? ദുഃഖമില്ലാതിരിക്കലാണ്. ഓക്കെ, അശോച്യാൻ അന്യശോചസ്ത്വം. പിന്നെ അടുത്തല്ലേ, പ്രജ്ഞ വാതാംശ്ച. പിന്നെ യഥാസൂന യഥാസൂംശ്ച നാനു ശോചന്തി പണ്ഡിതാഹ. പിന്നെയും ശോചത്തെ കുറിച്ച് പറഞ്ഞു. ആര് ദുഃഖിക്കില്ല? പണ്ഡിതന്മാര്. നാനു ശോചന്തി, ദുഃഖിക്കില്ല. ആര് ദുഃഖിക്കില്ല? പണ്ഡിതൻ. എനിക്ക് വിവരമില്ലാത്തതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ നിനക്കുള്ളതെന്ന് അർജുനോട് പറയാം. എന്ത് രസകരമായിട്ടാ പറയുന്നത് ആലോചിച്ച് നോക്കൂ. ദുഃഖിക്കാറില്ല, ദുഃഖിക്കരുത് എന്ന് മാത്രമല്ല പറഞ്ഞത്. ആര് ദുഃഖിക്കാതിരിക്കും? പണ്ഡിതന്മാർ. അതുകൊണ്ട് എനിക്ക് വിവരമില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് എന്ത് കൊടുക്കണം? ഭഗവത്ഗീത എന്തിനാ പറഞ്ഞത്? ഞാൻ ബാക്കി കഥയൊക്കെ പറഞ്ഞുതരാം, വിവരം ഉണ്ടാക്കി തരാന്നിരിക്കുന്നത് അല്ലേ? എനിക്ക് ഞാൻ പറഞ്ഞു തരാം. എന്ത് പറഞ്ഞു തരാം? അശോച്യാനന്യശോചസ്ത്വം. ഓക്കെ, പ്രജ്ഞാവാദാംശ്ച ഭാഷസേ. എന്താണ് പ്രജ്ഞാഭാഷ? ആരാ പ്രജ്ഞൻ? സ്ഥിതപ്രജ്ഞൻ.
പിന്നെ പറയും സ്ഥിതപ്രജ്ഞനൊക്കെ. അതിൻ്റെ ആദ്യത്തെ ഭാഗം പ്രജ്ഞാവാതാംശ ഭാഷസേ. പ്രജ്ഞ എങ്ങനെയാണോ വാദം, നീ പറയാൻ പോകുന്ന കുറേ വാദം ഉണ്ടല്ലോ, ഈ യുദ്ധം ശരിയല്ല, എനിക്ക് ഒളിച്ചോടിപ്പോണം, ഞാൻ ഇവരൊക്കെ കൊന്നു കഴിഞ്ഞാൽ അവരൊക്കെ ചത്തുപോകും എന്നൊക്കെ പറയുന്നുണ്ട്. ആ വാദങ്ങളൊന്നും ആരുടെ വാദമല്ല? പ്രജ്ഞകളുടെ വാദമല്ല, സ്ഥിതപ്രജ്ഞന്മാരുടെ വാദമല്ല ഈ പറയണത്. അലങ്കോലപ്പെട്ട മനസ്സിൻ്റെ വാദങ്ങളാണ്. അത് കുറച്ച് നീ ഇരുന്നൊന്ന് ആലോചിച്ച് ഇരുത്തം വന്നാൽ എന്ത് പറയും? ഇങ്ങനെയൊന്നും പറയണ്ടായിരുന്നു. പലപ്പോഴും അങ്ങനെയല്ലേ, ചെറുപ്പത്തിലൊക്കെ നമുക്ക് തോന്നിയിട്ടുള്ള പലതും കുറച്ച് പ്രായം കൂടുമ്പോൾ തോന്നും അങ്ങനെയൊന്നും, അതൊന്നും ആ സമയത്ത് ഒന്നും പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് പ്രജ്ഞാവാതാംശ ഭാഷസി, എങ്ങനെയാണോ പ്രജ്ഞന്മാർ, സ്ഥിതപ്രജ്ഞന്മാർ എങ്ങനെയാണോ സംസാരിക്കുന്നത് അങ്ങനെയല്ല ഇപ്പം നീ സംസാരിക്കുന്നത് മനസ്സിലാക്കുക എന്ന് പറഞ്ഞ അർത്ഥം. അത് പോരാ, നീ കുറച്ചും കൂടി മച്ചുവേർഡാവണം. പണ്ഡിതാഹ, പണ്ഡിതന്മാരും അങ്ങനെയല്ല. ഇപ്പോൾ സ്ഥിതപ്രജ്ഞനാവണം, പണ്ഡിതനാവണം. വലിയ വിവരമൊന്നും ഇല്ലെങ്കിലും മനസ്സിന് എന്തെന്നാ മതി, ഒരു സ്ഥിരതയെങ്കിലും ഉണ്ടാവണം. അനുശോചന്തി, ഒരിക്കലും ദുഃഖിക്കില്ല അങ്ങനെയുള്ളവർ. സ്ഥിതപ്രജ്ഞന്മാർക്കും ദുഃഖമില്ല, പണ്ഡിതന്മാർക്കും ദുഃഖമില്ല. ഒന്നുകിൽ മനസ്സിന് പക്വത വേണം, അല്ലെങ്കിൽ ബുദ്ധിക്ക് പക്വത വേണം. ഇത് രണ്ടും ഇല്ലാത്തവരാണ് ഇല്ലേ ഈ കരഞ്ഞുകൊണ്ടിരിക്കുന്നപ്പോഴല്ലേ. ചെറിയ പിള്ളേരെപ്പോഴും അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കില്ല ഇല്ലേ, ശാഠ്യം പിടിക്കില്ലേ? ആ ശാഠ്യം ഇതിൻ്റെയൊക്കെ കുഴപ്പമാണ്. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ശ്ലോകമാണ്. അപ്പോൾ ഏതാണ് ഭഗവത്ഗീത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2-ാമത്തെ അധ്യായത്തിൽ 11-ാമത്തെ ശ്ലോകം. അപ്പോൾ ഒരു ശ്ലോകം കൊണ്ട് ഭഗവത്ഗീത തീർക്കാം. ഇനി പോരാ, ലാസ്റ്റ് ഭഗവാൻ എവിടെയാണ് പറഞ്ഞത്? നേരെ പോവാ. ഇത് മാത്തമാറ്റിക്സ് ഒക്കെ ഇങ്ങനെയാണ്. ഞങ്ങൾ ആദ്യം പോവും, പിന്നെ അവസാനം പോവും. എവിടെ പോകണം? 18-ാമത്തെ അധ്യായത്തിൽ 66-ാമത്തെ ശ്ലോകം എടുക്കാം. അതാണ് അടുത്ത കാതൽ. ഈ പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എന്ന് ഉറപ്പാണ്. അല്ലെങ്കിൽ പിന്നെ അത് അവിടെ തീർത്താൽ പോരായിരുന്നു അല്ലേ? ഞാൻ വിശ്വസന്തി പണ്ഡിതാഹ എന്നൊക്കെ പറഞ്ഞാൽ എന്നാ ശരി ഞാനിപ്പോൾ പയറ്റാൻ പോവാന്ന് പറഞ്ഞിട്ട് വാളും എടുത്ത് പോയിക്കൂടെ? പോയില്ല അദ്ദേഹം. പിന്നെയും കുറേ സംശയമാണ്. ഇതൊക്കെ തീർന്നത് എവിടെയാണ്? തീർന്നത് ഉറപ്പ് വരുത്തുന്നത് 66-ൽ. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. നിനക്ക് എന്ത് വേണം? പാണ്ഡിത്യം വേണം. രണ്ടെന്ത് വേണം? സ്ഥിതപ്രജ്ഞനാവണം. ഇത് വരണമെങ്കിൽ ഈ കുറച്ച് ശ്ലോകത്തിന് അരമണിക്കൂർ അല്ല 2 മണിക്കൂറാ അല്ലേ? ഭഗവത്ഗീത ഫുൾ തീർക്കണമെങ്കിൽ 2-3 മണിക്കൂർ മതി പാടി തീർക്കാൻ. ഇത് ഫുള്ളൊന്നും ഭഗവാൻ പാടിയിട്ടില്ല, വ്യാസൻ എഴുതിയിട്ടുമില്ല. നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പലരും എഴുതി കൂട്ടിച്ചേർത്തിട്ടുള്ളതാണ്. ഒരു നോട്ടം കൊണ്ട് ഭഗവാൻ എല്ലാ അർജുനന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അതല്ലാതെ ഈ യുദ്ധം നടക്കുന്ന കോളത്തിൽ എല്ലാവരും കൂടി നിൽക്കുമ്പോൾ 4 മണിക്കൂർ ഭഗവത്ഗീത പറയില്ല പണി. ബാക്കിയുള്ളവർ എന്ത് ചെയ്യും? വെറുതെ ഇരിക്കും, ചായ കുടിച്ചിട്ട് ഇവർ പറഞ്ഞു തരട്ടെ എന്നിട്ട് നമുക്ക് തുടങ്ങാമെന്ന് പറയുമ്പോൾ. ഇങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇത് നമുക്ക് പറഞ്ഞു തരുമ്പോൾ എന്ത് ചെയ്യണം? ഇങ്ങനെയൊക്കെ പറയണം. അപ്പോൾ ഭഗവാൻ എന്ത് പറഞ്ഞു? എനിക്ക് വിവരമില്ല. കാരണം പണ്ഡിതനെ പോലെ അല്ല പറയാൻ പോണതാണ്, പറഞ്ഞിട്ടൊന്നുമില്ല. രണ്ടാമതെന്താണ്? കാർപ്പണ്യദോഷം എന്നൊക്കെ പറഞ്ഞത് പണ്ഡിതന്റെ അവസ്ഥ ഇല്ലാത്തതുകൊണ്ടാണ് അല്ലേ? രണ്ടാമത് നിനക്കെന്തില്ല? സ്ഥിതപ്രജ്ഞനുമല്ല. അത് രണ്ടും വേണമെങ്കിൽ എവിടെ ചേരണം? എൻ്റെ അടുത്തേക്ക് വാ. അതാണ് ആ ശ്ലോകത്തിൽ പറഞ്ഞത്. മാമേകം ശരണം വ്രജ. എല്ലാം എൻ്റെ അടുത്ത് ശരണം പ്രാപിച്ചാൽ പിന്നെ ഇതൊക്കെ റെഡിയായി. അതിനെന്ത് ചെയ്യണം? സർവധർമാൻ പരിത്യജ്യ. ഞാൻ പറഞ്ഞല്ലോ, സ്വധർമ്മം, കുടുംബധർമ്മം, ഇതൊക്കെ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. ഇതിൽ ഏതാണ്, എവിടെയാണ്, എപ്പോഴാണ്, ആരോടാണ്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കൺഫ്യൂഷൻ നല്ലതുപോലെ ഉണ്ടാവും. അതൊക്കെ അതൊക്കെ എനിക്ക് വിട്ട, ഞാൻ തീരുമാനിച്ചു അല്ലേ? അങ്ങനെ ചെയ്താൽ എന്ത് കിട്ടും? അഹം ത്വാ സർവപാപേഭ്യോ, നിങ്ങളുടെ എല്ലാ പാപങ്ങളും വിട്ട് എന്തായി മാറും? മോക്ഷയിഷ്യാമി മാ ശുച. നമുക്കൊക്കെ വേണ്ടത് മോക്ഷമാണ്. സനാതനധർമ്മം പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, സ്വർഗമല്ല വേണ്ടത്. യുദ്ധത്തിൽ മരണപ്പെട്ടാൽ സ്വർഗം കിട്ടുന്നേ പറഞ്ഞിട്ടുള്ളൂ, മോക്ഷം കിട്ടുമെന്ന് പറഞ്ഞിട്ടില്ല. കാരണം ഇതൊന്നും അറിയാണ്ടും യുദ്ധം ചെയ്യാം, അറിവില്ലാണ്ടും ആരെങ്കിലും പറഞ്ഞത് കേട്ടിട്ട് യുദ്ധം ചെയ്യാം. അറിഞ്ഞ് കാര്യങ്ങളൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കി ചെയ്യുമ്പോഴാണ് നമ്മൾ ആ ലെവലിലേക്ക് പോവുക. ആ ലെവലിൽ പോയിട്ട് ചെയ്താൽ മോക്ഷം കിട്ടും. മോക്ഷയിഷ്യാമി മാ ശുച. അവസാനം എന്താ പറഞ്ഞത്? മാ ശുച, ദുഃഖിക്കരുത് എന്നാണ്. അപ്പോൾ ഭഗവത്ഗീത തുടങ്ങുന്നത് എന്തിലാണ്? ദുഃഖിക്കരുത്. അവസാനിക്കുന്നത് എന്തിലാണ്? ദുഃഖിക്കരുത്. 100 പ്രാവശ്യം വായിക്കുക, എന്നിട്ടും ദുഃഖിക്കൊണ്ടിരിക്കുക. ഇന്ന് വായിച്ച കാര്യം ദുഃഖമുണ്ടോ? ഭഗവത്ഗീത വായിക്കരുത്, വായിച്ചിട്ട് കാര്യമില്ല. ഇത് ഭഗവാൻ പറഞ്ഞത് കേൾക്കില്ലെങ്കിൽ പിന്നെ ഇതിനെ ഭഗവാന്റെ മുമ്പിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരാളോട് ബഹുമാനിക്കുകയാണെങ്കിൽ അയാൾ പറഞ്ഞത് കേൾക്കല്ലേ വേണ്ടത്? ആണോ അല്ലയോ? ഭഗവാൻ പറഞ്ഞു, ഇത് നമ്മൾ പഠിച്ചു, വായിച്ചു, കേട്ടു, എന്നിട്ട് പിന്നെയും ഭഗവാന്റെ അടുത്ത് പോയിട്ട് കംപ്ലൈൻറ്റ് പറഞ്ഞാൽ ഭഗവാൻ എന്ത് പറയും?
കുറേ പറഞ്ഞതായി, ഗെറ്റ് ഔട്ട്. അതുകൊണ്ടാണ് ഈ ഗുരുവായൂരൊക്കെ തിരക്ക് കൂടുതൽ. അല്ലെങ്കിൽ ഒരു പ്രാവശ്യമേ പോവുള്ളൂ. എന്തിനാ കുറേ പ്രാവശ്യം പോണേ? ഒരു പ്രാവശ്യം പോയാൽ പോരെ. എന്നോട് പലരും ചോദിക്കാറുണ്ട് ശബരിമല, ഒരു പ്രാവശ്യം പോയിട്ടുള്ളൂ, മതി, എന്തിനിപ്പോൾ അധിക കാലം പോണേ. പിന്നെ വേറെ ആർക്കും ഒരു കൂട്ട് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോയി, അത്ര 2 പ്രാവശ്യം പോയിട്ടു. ഗുരുവായൂർ ആ ഭാഗത്ത് പോയാലും ചിലപ്പോൾ ഞാൻ അവിടെ പോയി തരില്ല, പ്രഭാഷണം നടത്തിയിട്ട് പോകും, തൊഴാൻ പോകേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ആർക്കോ ഒരാൾക്ക് വേണം എന്ന് പറഞ്ഞ് ആ പടിയിൽ പോയിട്ടൊരു 4 മണിക്കൂർ ഇരുന്നിട്ടുണ്ട് ഞാൻ. എനിക്ക് വേണ്ടിയല്ല, വേറെ ആർക്കോ വേണ്ടിയിട്ട്. എന്നാൽ അപ്പുറത്തൊരാൾ പടിയിലിരിക്കേണ്ട അയാൾക്ക് എൻ്റെ കൂട്ടും വേണമെന്ന് പറഞ്ഞു. ഇത് നമ്മുടെ ധാരണ. ഗുരുവായൂരിലേക്കുള്ള വഴി വായിച്ചു കേൾക്കവേ എന്നിൽ നിന്ന് എന്നിലേക്കുള്ള ദൂരം കണ്ട് അമ്പരന്നു ഞാൻ. കുഞ്ഞുണ്ണി മാഷ് വെറുതെ ഒന്നല്ല പാടിയത്, മനസ്സിലായോ? ശബരിമലയിൽ നിങ്ങൾ പോയിക്കോ, ഇത് പക്ഷേ ഭഗവാന്റെ മുകളിൽ കിടന്നതാ ഒരു രാത്രി ഫുള്ള്. അതെന്റെ കഴുത്ത് കിടക്കുമ്പോൾ അതിൽ വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ അങ്ങോട്ട് പിന്നെയും പോയിക്കൊണ്ടിരിക്കണേ? മനസ്സിലായോ? ഗുരുവായൂർ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ളതാണ്. ഗുരുവും എൻ്റെ ഉള്ളിലുണ്ട്, വായു എൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ എന്താ എനിക്ക് വേണ്ടത്? അല്ല, അതറിയണം. അതറിയാനുള്ള ഒരു ശ്രമത്തിലേക്ക് നമ്മൾ പോകണം. അതിന് ഗുരുവായൂരല്ല പോണ്ടത്, അത് പഠിക്കാൻ പോകണം. അപ്പൊ എന്ത് പറ്റുമെന്ന് വിചാരിച്ചാൽ, എനിക്ക് പലരും അറിയാം. ഇന്ന് അവിടെ പോയിട്ടെന്താ കാര്യം? ഇപ്പൊ നിങ്ങൾ പോകുന്നു, പ്രശ്നിക്കടവ് പോകുന്നു. ആ പ്രശ്നിക്കടവിൽ എന്താ സംഭവം എന്ന് പോലും അറിയില്ല. കുറെ ആൾ പോകുന്നുണ്ട്, അതുകൊണ്ട് പോകുന്നുണ്ടല്ലേ ഉള്ളൂ. ഗുരുവായൂർ പോയി എങ്ങനെയുണ്ട്? എന്താ തിരക്ക്! ഇപ്പൊ തിരക്ക് കാണാൻ ഗുരുവായൂർ പോണം, മാർക്കറ്റിൽ പോയാൽ പോലെ അല്ലേ? ഈ തിരക്ക് കാണാനാണോ ഗുരുവായൂർ പോണത്? ഇതൊക്കെ മാർക്കറ്റിങ്ങാ. കുംഭമേളക്ക് പോയി. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ഇന്ത്യയിൽ നിന്ന് എത്ര പേര് കുംഭമേളക്ക് പോയി എന്നാ എസ്റ്റിമേറ്റ്? അല്ല, ഈ മീഡിയ ഒക്കെ പറയുന്നത് എത്ര പേര് പോയി എന്നാ? 69-70 കോടി പോയി എന്നാണ്. ആണല്ലേ? അല്ലേ? ഇന്ത്യയുടെ ആകെ ജനസംഖ്യ എത്രയാ? 130 കോടി. എന്നുവെച്ചാൽ പകുതി പേര് അങ്ങോട്ട് പോയിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയുന്ന എത്ര പേര് അവിടെ പോയിട്ടുണ്ട്? പറയേ, നിങ്ങൾക്കറിയുന്ന എത്ര പേര് അവിടെ പോയിട്ടുണ്ട്? പകുതിയിലധികം ആൾ പോയിട്ടുണ്ടോ? ഇല്ല. ഇത് നോർത്ത് ഇന്ത്യയിലൊക്കെ പോയിട്ട്, ഞാൻ ആ സമയത്തൊക്കെ അവിടെയൊക്കെ ചുറ്റുണ്ടല്ലോ. നിങ്ങൾ പുരിയിലൊക്കെ പോയിട്ട് കുംഭമേള ഓക്കെ ആയോ? ഒരാൾക്കും അറിയില്ല. ഇത് പത്രം വായിക്കുന്നവർക്കും മീഡിയ കാണുന്നവർക്കും മാത്രമേ ഇത് അറിയുള്ളൂ. ഇതവിടെ തുടങ്ങിയിട്ട് കൊല്ലങ്ങളായില്ലേ? ആയോ ഇല്ലയോ? ഇത് മാർക്കറ്റിംഗ് ആണ്. നമ്മുടെ ഏറ്റവും വലിയ ശാപം എന്താ വെച്ചാൽ, നമ്മൾ മാർക്കറ്റ് ചെയ്യും, അതിൻ്റെ സംഭവങ്ങളൊന്നും അറിയില്ല. ഒരു ഗുരുവിന്റെ കാലിൽ വീഴണം. എപ്പോഴെപ്പോഴും വേണ്ട കാര്യമില്ല, ഒരു പ്രാവശ്യം വീണ്ടും നമ്മൾ പറയാണ്, അങ്ങയുടെ പാദം എവിടെ പോകുന്നോ ഞാൻ അതിന് പിന്നാലെ ഉണ്ടെന്ന് ഒരു പ്രാവശ്യം പറഞ്ഞാൽ നമുക്കേ ഡൗട്ടുള്ളൂ. പിന്നെ ഇടക്കിടക്കേ പോയി വീഴുന്നൊന്നുണ്ടാ. നമുക്ക് ഉറപ്പുണ്ട് നമ്മുടെ നിങ്ങളുടെ പാഴല്ല പോകുന്നത്. കാരണം കാണുന്നവരൊക്കെ വഴിയിൽ പോയി കഴിഞ്ഞാൽ പോകാൻ പറ്റും? 2 തോണിൽ കാൽ വെക്കാൻ പറ്റും? ഇല്ല. അപ്പോൾ നമുക്ക് ദൃഢതയില്ലാത്തത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഭഗവാൻ അറിയാം അർജുനന് ദൃഢതയില്ല, അതുകൊണ്ട് കുറേ പറയണം. ഇനി അതിനേക്കാളും ദൃഢതയില്ലാത്തവരാണ് നമ്മൾ. അപ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് വേണ്ടി ഭഗവത്ഗീത എഴുതുന്ന സമയത്ത് ഇത് കുറേ എക്സ്പാൻഡ് ചെയ്ത് പറഞ്ഞു തന്നെ പല പ്രാവശ്യം പറയുന്നുണ്ട്. ഇത്രയൊന്നും അധികം എഴുതിയിട്ടുണ്ടാവില്ല വ്യാസൻ, കുറച്ച് എഴുതിയിട്ടുണ്ടാവും. ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തിട്ട് പറഞ്ഞു തന്നെ പിന്നെയും ചാപ്റ്റർ വെച്ചിട്ട് എഴുതിയിട്ടുണ്ടോ? എന്നാൽ ചാപ്റ്റർ 1 എന്ന് പറഞ്ഞ് ചാപ്റ്റർ 1 തീരുമ്പോൾ ഒരു സമാപ്തം എന്നൊക്കെ പറഞ്ഞ് ചായ കുടിച്ച് അത് കഴിഞ്ഞ് ഇന്റർവെല് കഴിഞ്ഞ് അടുത്ത ചാപ്റ്റർ 2 തുടങ്ങുന്നത് അങ്ങനെ എഴുതിയിട്ടുണ്ടോ? അങ്ങനെയല്ലേ ഭഗവത്ഗീത എഴുതിയിരിക്കണേ? അങ്ങനെയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പം അതല്ലാന്ന് ഉറപ്പല്ലേ? അല്ലേ? ഇനി എൻ്റെ വീട്ടിലൊരു ഗസ്റ്റ് വരുമ്പോൾ, എൻ്റെ വീട്ടിൽ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഓക്കെ, TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ നോട്ടം നോക്കി അവർക്ക് മനസ്സിലാവും, ഗസ്റ്റ് വന്നിട്ടുണ്ട്, കാലി ആയിക്കോ, TV ഓഫ് ആയിക്കോ, ബുക്ക് പഠിച്ചോ. ഉറപ്പല്ലേ? വലിയ ഡയലോഗ് പറയേണ്ട കാര്യമുണ്ടോ? ഇല്ല. ആ ഒരു നോട്ടത്തിൽ സംഭവം നടക്കും. അർജുനും കൃഷ്ണനും തമ്മിലുള്ള സംവാദത്തിന് ഇത്രയൊന്നും പറയേണ്ട കാര്യമില്ല. ഒരു നോട്ടം നോക്കിയാൽ അർജുനന് സംഭവം മനസ്സിലാവും, ഇല്ലേ? 1, 2, 3 നോട്ടായിക്കോട്ടെ, അപ്പം അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ നമുക്ക് പറഞ്ഞു തരുമ്പോൾ എന്ത് വേണം? അശോച്യാൻ അന്യശോചസ്തു എന്നൊക്കെ പറയണം. അപ്പം എന്താണ് കാതല്? ഭഗവത്ഗീത എന്ത് അർജുനെ പഠിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതല്ല, അത് നമുക്ക് എന്ത് പഠിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? ദുഃഖിക്കരുത് എന്നാണ്. അത് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ആർത്തോ ജിജ്ഞാസുര അർത്ഥാർത്ഥി. 3 തരത്തിലുള്ള ആൾക്കാർ, 4 തരത്തിലുള്ള ആൾക്കാർ എന്നെ കാണാൻ ഭഗവാന്റെ അടുത്ത് വരും എന്ന് പറയുന്നുണ്ട് കൃഷ്ണൻ. ആരൊക്കെയാണ്? ആർത്തോ, ദുഃഖിതരെ. ഞാൻ അവരെ മൈൻഡ് ചെയ്യാറില്ല. അതുകൊണ്ട് ഗുരുവായൂർ പോയിട്ട് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം ആ ഭാഗത്ത് കൃഷ്ണൻ നോക്കില്ല, ചിരിക്കുന്നവരേ ഇഷ്ടമുള്ളൂ.
ജിജ്ഞാസു. രാധയുടെ കണ്ണിലൊക്കെ നോക്കിയിട്ടുണ്ടാവും കരയുമ്പോൾ. എന്തിനാ? ആ കണ്ണിൽ വെള്ളം വരുമ്പോൾ അതിനകത്ത് മൂവ് ചെയ്യുന്ന കൃഷ്ണമണി കാണുമ്പോൾ തൻ്റെ അദ്യാവതാരം രാധയുടെ കണ്ണിൽ കണ്ടു എന്നാണ്. കടലിൽ മീൻ പോകുന്നത് പോലെ തോന്നി രാധയുടെ കണ്ണിൽ കൃഷ്ണനെ തപ്പാണ് എവിടെയാണ്. അതിങ്ങനെ പോകുന്ന സമയത്ത് യൂസഫ് അലി കച്ചേരിയുടെ കവിതയാണ് ബ്രഹ്മരാഗം, വായിച്ചു നോക്ക്. അതിനകത്ത് അങ്ങനെ പറയുന്നുണ്ട്. ബ്രഹ്മരാഗം യൂസഫ് അലി കച്ചേരിയുടെ മാപ്പിള എഴുതി, മുസ്ലിമേ. അങ്ങനെ ഒരാളും എഴുതിയിട്ടില്ല. ഒരു നല്ല കവിയും കേരളത്തിൽ അങ്ങനെ എഴുതിയിട്ടില്ല. അത്രയും ഭക്തിയോടുകൂടി ഒരു കവിത ഞാൻ കണ്ടിട്ടില്ല. കണ്ണിൽ, രാധയുടെ കണ്ണിൽ നിറയെ കണ്ണുനീര് വരുമ്പോൾ കൃഷ്ണൻ എവിടെയാണെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന കാണുമ്പോൾ യൂസഫ് അലി കച്ചേരിയുടെ സങ്കല്പമാണ്. വേറെ ആരും എഴുതിയിട്ടില്ല, യൂസഫ് അലി മാത്രമേ എഴുതിയിട്ടുള്ളൂ സങ്കല്പം. എന്താ സങ്കല്പം? തൻ്റെ ആദ്യാവതാരം കണ്ട് അമ്പരന്നു ഞാൻ, കൃഷ്ണൻ പറയാണ്. എന്നിട്ട് എന്താണ് ഈ രാധയുടെ കൂട്ടുകാരൊക്കെ കൃഷ്ണന്റെ പിന്നാലെ ഓടുന്നത്? തൊട്ട് കണ്ണെഴുതാനായിട്ടാണെന്നാണ്. ഇത് രസകരമായിട്ട് ആ കവിത എന്നറിയാം. എന്തിനു വേണ്ടിയിട്ടാണ് ഓടുന്നത്? കൃഷ്ണനെ കണ്ടാൽ കരിമഷി പോലെ ഇരിക്കും അല്ലേ? എന്നിട്ട് തൊട്ടിട്ടൊന്ന് കണ്ണെഴുതാൻ പറ്റുമോ നോക്കാൻ വേണ്ടിയിട്ടാണ് പിന്നാലെ പോകുന്നത്. എന്ത് നല്ല ഭാവനയാന്ന് നോക്കുന്നത്. നല്ല കവിതയാണ്. യൂസഫ് അലി കച്ചേരി, ഡോക്ടർ TPS വേണ്ട. കൊട്ടാരത്തിൽ നരേന്ദ്രൻ, ബ്രഹ്മരാഗം, ഡോക്ടർ TPS. കൊട്ടാരത്തിൽ നരേന്ദ്രൻ അസലായിട്ട് കവിത ചൊല്ലുന്ന ഒരാളാണ്. വലിയ അദ്ദേഹം എൻ്റെ കൂടെ താമസിച്ചിരുന്നു. ഞാൻ നല്ലോണം കള്ള് മേടിച്ചു കൊടുക്കും. കള്ള് നല്ലോണം കുടിക്കുമ്പോഴാണ് പാടുക. ആ കേൾക്കാനുള്ള സുഖത്തിന് വേണ്ടിയിട്ട് കുറേ കാശ് കൊടുത്തിട്ടുണ്ട്. 11 മണിയാകുമ്പോൾ ബാർ തുറക്കും. അപ്പോൾ കാശ് കൊടുത്താൽ പോയി കുടിച്ചിട്ട് വന്നിട്ട് ബ്രഹ്മരാഗം ചൊല്ലും എനിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ആസ്വദിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ഭക്തി നമുക്കുണ്ടാവുമ്പോൾ നമ്മൾ എന്താണോ ഭഗവാനിൽ കാണുന്നത്, എന്തിലാണോ ഭഗവാൻ എന്നെ ഇഷ്ടപ്പെടുന്നത്, അത് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അതെന്താ വേണ്ടത്? അർത്ഥോ ജിജ്ഞാസു, അറിയാനുള്ള കാര്യം നല്ലതാണ്. പക്ഷെ അമ്പലത്തിലൊക്കെ പോകുന്ന ആരൊക്കെയാ പോയെന്ന് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും. അർത്ഥാർത്ഥി, കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട്. അത് കാശ് കിട്ടാനോ പ്രൊമോഷൻ കിട്ടാനോ ആർക്കെങ്കിലും കിട്ടാണ്ടിരിക്കാനോ ഒക്കെ കാര്യങ്ങൾ ഒരു കോൺട്രാക്ട് ബേസിസിൽ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. കോൺട്രാക്ട് ബേസിസ് അല്ല ഭക്തി വേണ്ടത്. ഒരു വികട ശ്ലോകം ഉണ്ട്, കേട്ടിട്ടുണ്ടോ? വിശ്വാധീശ്വര രൂപ 1000 എനിക്ക് റോട്ടിലെങ്ങാൻ കിടന്ന് ആശ്വാസത്തിന് കിട്ടുമെങ്കിൽ ഏകാമതിൻ പാതി ഞാൻ. ഇയാളിങ്ങനെ പണ്ട് കുറേ പ്രാവശ്യം വാവിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്തു? കാശ് 1000 കിട്ടിയാൽ കൊടുക്കില്ല. അതും ആർക്കറിയാം? ഭഗവാൻ അറിയാം. അതുകൊണ്ട് ഇപ്പൊ ഇയാൾ മാറ്റി ഒരു 2 ലൈനും കൂടി ചേർത്തു. എന്താ അറിയാം? വിശ്വാസം കുറവായെങ്കിലോ തിരുവടിക്കുള്ളൊരു പങ്കിച്ഛായോഗ്യമെടുത്ത് ബാക്കി തരണേ പിന്നെന്തു പേടിക്കുവാൻ. ഞാൻ ഈ കഷ്ടപ്പെട്ട അമ്പലത്തിൽ ബാക്കി കൊണ്ടു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, അങ്ങെടുത്ത് ബാക്കി റോഡിൽ തന്നാൽ മതി. ഇപ്പം ഭഗവാന്മാർ ഇങ്ങനെയൊക്കെ നമുക്ക് കാശിട്ട് തരുന്ന ആളാണെന്നുള്ള ധാരണയിൽ വികട ശ്ലോകമല്ല, പലരും പല സ്ഥലത്തും പോകുന്ന കാര്യം കാണാനാണ്. ഇതൊന്നും ചെയ്തു കൊടുക്കലല്ല ഭഗവാന്റെ പണി. അങ്ങനെയാണെങ്കിൽ യുദ്ധം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഉണ്ടോ? നിങ്ങൾ ചെയ്യേണ്ട കർമ്മം നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ ഭഗവത്ഗീതയുടെ കാതല് നിങ്ങൾ ചെയ്യേണ്ട കർമ്മം നിങ്ങൾ ചെയ്യുക. അതെന്ത് ഇല്ലാതെ വേണം? ദുഃഖമില്ലാതെ വേണം, സന്തോഷത്തോടുകൂടി ചെയ്യണം. ആ സന്തോഷത്തോടുകൂടി ചെയ്യുമ്പോഴാണ് ഭക്തി ഉണ്ടാവുക. അത് ആർക്ക് വേണ്ടി, എങ്ങനെ, എപ്പോൾ ഉപകാരത്തിൽ പറ്റുമെന്നൊക്കെ നോക്കിയിട്ട് ചിന്തിക്കുമ്പോൾ അത് ജ്ഞാനം. ഞാൻ ചെയ്യുന്നത് ഡിവോഷണലി എല്ലാം അർപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന സമയത്ത് അത് ഭക്തി. അതുകൊണ്ട് ഭക്തിയും ജ്ഞാനവും വേണം. ഓക്കെ, ഇപ്പൊ 2 ശ്ലോകത്തിൽ നമുക്ക് തീർക്കാം. പിന്നെ അറിയേണ്ടത് എന്താണ്? ഏതാണ് ഏറ്റവും നല്ല ശ്ലോകം? അത് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഏറ്റവും പതിച്ചിരിക്കുന്ന ഒരു 10 ശ്ലോകം എടുത്തിട്ട് അത് മാത്രം പഠിക്കുക. അത് അസലായിട്ട് തന്നെ അർത്ഥം പഠിക്കുക. ഭഗവത്ഗീത അങ്ങനെ തീർക്കാം. അതാണ് ഏറ്റവും എളുപ്പമാർഗം. ഇപ്പോൾ 2 ശ്ലോകം തീർക്കാമെന്ന് പറഞ്ഞിട്ട് തീർക്കാൻ പറ്റില്ല. കാരണം നമ്മൾ എന്തായാലും കുറച്ച് സമയം ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ പറയാം 2 ശ്ലോകം ഉണ്ട്, അത് നോക്കിയോ, അതിനകത്തുണ്ട് എന്ന് പറയും. ഇനി അത്ര അത്യാവശ്യമുള്ള ടിഡ്ബിറ്റ്സ് ഓഫ് ഭഗവത്ഗീതയിൽ അത്യാവശ്യമായിട്ടുള്ള നല്ല ശ്ലോകങ്ങൾ മാത്രം. എല്ലാ ശ്ലോകവും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാ ശ്ലോകവും ഭഗവാൻ പറഞ്ഞിട്ടുള്ളതല്ല. എല്ലാ ശ്ലോകവും ഭഗവാൻ വ്യാസനും എഴുതിയിട്ടുണ്ടാവില്ല. പിന്നെ ആൾക്കാർ അത് എക്സ്പാൻഡ് ചെയ്ത് അവരുടെ ശിഷ്യന്മാരൊക്കെ കൂട്ടി കുറച്ചും കൂടി ആഡ് ചെയ്ത് അങ്ങനെ ചെയ്താവാനാണ് സാധ്യത എന്നാണ് പറയുന്നത്.
അതെ, കൊണ്ടുവന്നു. അതന്നെ വാർ, ഫിലോസഫി ഓഫ് വാർ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ഫിലോസഫി ഡേയിൽ ഞാൻ നോർത്ത് ബംഗാൾ യൂണിവേഴ്സിറ്റി കൊടുത്തൊരു ലെക്ചറുണ്ട്. യുദ്ധം നല്ലതാണോ? അവരുടെയും ധാരണ ഭഗവത്ഗീത യുദ്ധം ചെയ്യിപ്പിക്കാൻ വേണ്ടി അല്ല, യുദ്ധം ചെയ്യിപ്പിക്കാനല്ല. കോണ്ടെക്സ്റ്റ് ഓഫ് ഭഗവത്ഗീത എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ആദ്യത്തെ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്. എന്താണ് കോണ്ടെക്സ്റ്റ്? ഭഗവത്ഗീത എപ്പോഴാണ് പറഞ്ഞത്? മഹാഭാരതത്തിൽ. മഹാഭാരതം എപ്പോഴാണ് നടന്നത്? കുറേ കാലം മുമ്പ്. അതെപ്പോഴാണ് പറഞ്ഞത്? സപ്താഹത്തിനൊക്കെ പോകുമ്പോൾ ആദ്യം പറയുന്നത് ഭഗവത്ഗീതയുടെ ഏത് കാലം മുതലാണ്? ആരാ കേട്ടത് ഭഗവത്ഗീത? പരീക്ഷിത്ത്. അത് ഭഗവത്ഗീത കാലത്തല്ലല്ലോ. അപ്പൊ ഭഗവത്ഗീത പറഞ്ഞത് എപ്പോഴാ? ഭഗവത്ഗീത കാലത്തല്ല. അപ്പൊ യുദ്ധം ചെയ്യിപ്പിക്കാനല്ല. ഭഗവത്ഗീത വന്നത് പരീക്ഷത്തിന്റെ കാലത്താണ്. അതെപ്പോഴാ വന്നത്? പരീക്ഷത്തിന്റെ കാലത്തുണ്ടായ പ്രശ്നങ്ങൾ, പിന്നെ ജനമേജയൻ യാഗം ചെയ്യുന്ന സമയത്ത്. അതെവിടെയാ നടന്നത്? തക്ഷന്റെ നാട്, തക്ഷശില. അതെവിടെയാ? പാകിസ്ഥാനിൽ. നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല ഇപ്പം. അവിടെ നടക്കുന്ന സമയത്ത് അവിടെ ഇങ്ങനെ നടന്നാൽ പിന്നെ പണ്ട് നടന്നതുപോലെ നമ്മുടെ വംശം നശിക്കുമെന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി അങ്ങനെ യുദ്ധം ചെയ്യരുത് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി പഠിപ്പിച്ചിട്ടുള്ളതാണ് ഭഗവത്ഗീത. നമ്മളൊരു കഥ പറയുമ്പോൾ പണ്ടിങ്ങനെയൊക്കെ നടന്നിരുന്നു, അതുകൊണ്ട് ആ പണിക്ക് പോണ്ടെന്ന് പറയല്ലോ. അത് പറയാൻ വേണ്ടി പറഞ്ഞതാണ് ഭഗവത്ഗീത. അപ്പൊ കോണ്ടെക്സ്റ്റ് പറയണം, എപ്പോഴാണിത് നടന്നത്. ഇതൊക്കെ ഈ സപ്താഹത്തിൽ പറയും. പക്ഷെ ആ കോണ്ടെക്സ്റ്റ് ഈ കുറച്ച് കഴിഞ്ഞ് ഭഗവത്ഗീത പഠിപ്പിക്കും ഈ കോണ്ടെക്സ്റ്റ് പറഞ്ഞത് മറന്നുപോകും. കാരണം അറിഞ്ഞുകൊണ്ടല്ല പറയുന്നത്, അതിങ്ങനെ രൂപത്തിൽ ഇങ്ങനെ പോടി 1 2 3 പറയുന്നു, അത്ര തന്നെ. അതുകൊണ്ട് ഏത് കോണ്ടെക്സ്റ്റിലാണത് പറഞ്ഞത്, അതിപ്പോൾ ബാധകമാണോ ഒന്നും കൂടി മനസ്സിലാക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. യുദ്ധം ചെയ്യാനല്ല, പണ്ടിങ്ങനെ യുദ്ധം ചെയ്തിട്ട് അവിടെ എന്തായിരുന്നു, എന്തുകൊണ്ടാണ് യുദ്ധത്തിന്റെ ഏറ്റവും വലിയ കുഴപ്പം എന്തായിരുന്നു പറയാം? മഹാഭാരത യുദ്ധത്തിന്റെ എന്താ? യുദ്ധത്തിൽ ചിലർ ജയിക്കും, ചിലർ തോക്കും, സാധാരണയല്ലേ? ആണോ അല്ലയോ? പക്ഷെ കുഴപ്പം എന്താ വെച്ചാൽ പാണ്ഡവന്മാര് കൗരവന്മാരുമായിട്ട് യുദ്ധം ചെയ്താൽ കൗരവന്മാരിൽ ആരും ജീവിക്കാതിരുന്നാൽ മാത്രമേ പാണ്ഡവന്മാർ വിജയിച്ചതായിട്ട് പ്രഖ്യാപിക്കൂ. അതുകൊണ്ടാണ് ശരീരത്തിന്റെ ഭാഗങ്ങൾ ചിന്ന ഭിന്നമായി കിടക്കുന്ന ദുര്യോധനെ പോലും അവസാനം കൊല്ലുന്ന ഒരു രംഗമുണ്ട്. നിങ്ങൾ കാണണമെങ്കിൽ ഭാരത് എക് കോച്ച് കാണേണ്ടതാണ് കേട്ടോ. ആ സീരീസ് യൂട്യൂബിലുണ്ടാവും, പണ്ട് ദൂരദർശനിൽ വന്നതാണ്. ഭാരത് എക് കോച്ച്. പഴയ നല്ല ഹിന്ദി നടന്മാരൊക്കെ അസലായിട്ട് അഭിനയിച്ചിട്ടുള്ളതാണ്. കണ്ടിട്ടുണ്ടോ? കാണണം. ജവഹർലാൽ നെഹ്റുവിന്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിനെ ആധാരമാക്കി ഉണ്ടാക്കിയിട്ടുള്ള ദൂരദർശന്റെ സീരീസാണ്. ആ സീരിയലിൽ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് അവസാനം മരിച്ചു ചത്തതിനൊക്കെ ജീവിച്ചിരിക്കും. നമുക്ക് സാധാരണ തോന്നും അതൊക്കെ കാണുമ്പോൾ. അയാൾ പോയി, കഥ കഴിഞ്ഞു, ഒന്നും കൊള്ളില്ല, ജീർണിച്ചു. ആ ശവം കൂടി അത് കൊന്നു എന്ന് ഉറപ്പ് വരുത്തിയിട്ടേ യുദ്ധം തീർത്തിട്ടുള്ളതാണ്. അല്ല, അതെന്താ കാരണം എന്ന് വെച്ചാൽ ആ യുദ്ധത്തിന്റെ കോൺട്രാക്ട് അങ്ങനെയാണ്. എന്താ കോൺട്രാക്ട്? നിങ്ങളുടെ ഭാഗത്ത് ഒരാളെങ്കിലും ജീവിച്ചിരുന്നാൽ യുദ്ധം അത് തീരില്ല, തീർന്നിട്ടില്ല. നമ്മൾ വൈറസിനെയൊക്കെ കൊല്ലുമ്പോൾ ഒരു വൈറസിന്റെ ഒരു കഷ്ണം ഉണ്ടായി പിന്നെ അത് പടരുമല്ലോ, അല്ലേ? അതുപോലും ഉണ്ടാവരുത്. ഒരു ചെറിയ തോന്നലുകൾ പോലും നമ്മൾ പൊട്ട് വിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ നിന്ന് വളരും. ക്യാൻസർ പോലെയാണ്. അതുകൊണ്ട് പൂർണ്ണമായിട്ട് എടുത്ത് കളയണം കൗരവൻ. അങ്ങനെയാണ് ഈ യുദ്ധം അവസാനിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് പറ്റും? നമ്മുടെ ബന്ധുക്കൾ തന്നെയാണ്, അവരൊക്കെ നശിച്ചു പോയില്ല. അതുകൊണ്ട് ഇങ്ങനെ യുദ്ധങ്ങളല്ല ഇതിൻ്റെ ഒന്നും അവസാനം ചെയ്യരുത് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവത്ഗീത. പക്ഷെ നമുക്കെന്താണ്, നമ്മുടെ കോണ്ടെക്സ്റ്റിൽ ഇന്ന് ആലോചിക്കുമ്പോൾ ആലോചിക്കേണ്ടത്, ത്രേതായുഗത്തിന് എന്തുണ്ടായിരുന്നു? യുദ്ധം ഉണ്ടായിരുന്നു. അതാരായിരുന്നു? രാമനും രാവണനും, ആണോ അല്ലയോ? അവിടെ എല്ലാവരും നശിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. വിഭീഷണൻ പോലും നശിപ്പിച്ചിട്ടില്ലല്ലോ. ഇനി വിഭീഷണനെ യുദ്ധം ചെയ്ത് രാവണനെ കൊന്ന് വിഭീഷണനെ രാജാവാക്കി, ലങ്കയുടെ രാജാവാക്കി വാഴിച്ച സ്ഥലം ഏതാണെന്നറിയോ നിങ്ങൾക്ക്? എവിടെയാ? ധനുഷ്കോടിയിലാ. രാജ്യാഭിഷേകം നടന്നത് ലങ്കയിലല്ല, ഭാരതത്തിലാണ്. എന്നിട്ട് ഇവിടുന്ന് രാജ്യാഭിഷേകം കഴിഞ്ഞ് അവിടെ വിഭീഷണൻ രാമന്റെ ക്ഷേത്രം പണിതിട്ടാണ് ലങ്കയിലേക്ക് പോയത്. ധനുഷ്കോടി പോകുമ്പോൾ അത് കാണണം, രാമന്റെ ക്ഷേത്രം കാണണം. ആ ക്ഷേത്രമൊന്നുമില്ല, ഒന്നും ആ പേരിലൊന്നുമില്ല, ഒരു പഴയ ഒരു ചെറിയൊരു വീട് പോലുള്ള സ്ഥലം, അത്രേ ഉള്ളൂ. പക്ഷെ അതാണ് സ്ഥാനം. അവിടെ എല്ലാവരെയും കൊല്ലണം എന്ന് പറഞ്ഞിട്ടില്ല. എല്ലാ ബ്രദേഴ്സിനെയും കൊന്നാൽ വിഭീഷണൻ ബാക്കി ഉണ്ടാവില്ല. എല്ലാവരെയും കൊല്ലണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അടുത്ത ദ്വാപരയുഗം വന്നപ്പോഴോ ഇത് പോരാ, എല്ലാവരെയും കൊന്നാലേ തീർന്നു. ഇപ്പോഴോ ഇത് കലികാലാണ്. കലികാലത്തിൽ എവിടെയാ യുദ്ധം? അന്ന് 2 വർഗങ്ങളാണ്.
രാവണന്റെ വർഗവും രാമന്റെ വർഗവുമാണ്. പിന്നെയുള്ളതോ തറവാട്ടിനകത്താണ് യുദ്ധം നടക്കുന്നത്. ഇപ്പം നടക്കുന്നത് എവിടെയാ? തറവാട്ടിനകത്തും വീട്ടിനകത്തൊന്നുമല്ല, നിങ്ങളുടെ ഉള്ളിലാണ്. അപ്പൊ അവിടെ എന്ത് ചെയ്യണം? പൂർണ്ണമായിട്ടും നശിപ്പിച്ചാലേ പിന്നെ രക്ഷയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ സ്ഥിതപ്രജ്ഞനാവണം, നിങ്ങൾ കൈവല്യത്തിലെത്തണം, യോഗപൂർത്തിയിലെത്തണം എന്നൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവത്ഗീത. അതല്ലാതെ അന്ന് നടന്ന സംഭവം ഇപ്പം പഠിച്ചിട്ട് നമുക്ക് കാര്യമുണ്ടോ വെച്ചാൽ കാര്യമൊന്നുമില്ല. പിന്നെ എന്തിനാ രാമായണം പഠിക്കണത്? രാമായണം പഠിച്ചാൽ എങ്ങനെ നമ്മൾ വീട്ടിൽ അന്യോന്യം സ്നേഹിക്കണം, ആൾക്കാരെ ആരെ ബഹുമാനിക്കണം. ആരെ ബഹുമാനിക്കണം? രാജാവിനെ ബഹുമാനിക്കണോ അച്ഛനെ ബഹുമാനിക്കണം? രാജാവിനെ ബഹുമാനിക്കണം. രാമൻ പറഞ്ഞിട്ട്, രാമൻ കാട്ടിൽ പോയത് ഭരതൻ പറഞ്ഞിട്ടല്ല. അച്ഛൻ പറഞ്ഞിട്ടാണെങ്കിൽ ഭാര്യ പോണ്ടെന്ന് പറഞ്ഞാൽ ഭാര്യ പറയുന്നത് കേൾക്കേണ്ടത്. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞത് കേൾക്കണോ ഭാര്യ പറഞ്ഞത് കേൾക്കണോ? കൺഫ്യൂഷൻ അതായിരുന്നു. രാമായണത്തിന്റെ കൺഫ്യൂഷൻ എന്താ? ഏതെങ്കിലും സീതക്ക് തോന്നുമോ എൻ്റെ ഭർത്താവും ഞാനും കൂടി കാട്ടിൽ പോവാന്ന്? ഇല്ല. അച്ഛൻ പറഞ്ഞിട്ട് കാട്ടിൽ പോണോ? ഇല്ല, എൻ്റെ ഭാര്യ പറയുന്നതാ ഞാൻ കേൾക്കാന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ഏകപത്നി വ്രതയൊക്കെ അല്ലേ? അങ്ങനെ വ്രതം എടുത്തിട്ടുള്ള ഒരാൾക്ക് ഭാര്യയോടല്ലേ സ്നേഹം വേണ്ടത്? ആണോ അല്ലയോ? പക്ഷേ അച്ഛനല്ല പറയുന്നത്. ഇനി അങ്ങനെ അല്ല എന്ന് പറഞ്ഞാൽ രാമൻ ആരാവണം? നാളെ രാജാവണം. അങ്ങനെ രാജാവ് പറഞ്ഞത് മക്കൾ കേട്ടിട്ടില്ലെങ്കിൽ രാമൻ രാജാവുമ്പോൾ ആരെങ്കിലും പറഞ്ഞാൽ കേൾക്കുമോ? അപ്പൊ നാളെ ഭരിക്കുമ്പോൾ അയാൾ എന്താവണം? രാമൻ പറഞ്ഞത് ജനങ്ങളൊക്കെ കേൾക്കണ്ടേ? അപ്പൊ ആൾക്കാരെന്ത് പറയും? സ്വന്തം അച്ഛൻ രാജാവായിരുന്നു പറഞ്ഞാൽ കേൾക്കാത്ത ആളാണ് ഇപ്പം നമ്മളെ ഭരിക്കാൻ വരുന്നത്. പറയോ ഇല്ലയോ? അതുകൊണ്ട് രാമൻ കേട്ടത് അച്ഛൻ പറയുന്നതല്ല, ആര് പറഞ്ഞതാണ്? രാജാവ് പറയുന്നത്. അതുകൊണ്ടാണ് ധർമ്മം, സ്വധർമ്മം, കുടുംബധർമ്മം, അതിനേക്കാളും മുകളിലാണ് എന്ത്? രാജധർമ്മം. ഇതൊക്കെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ ആ ക്രമത്തിൽ പഠിച്ചില്ലെങ്കിൽ നമ്മൾ കഥ പഠിക്കും, പക്ഷെ അതിൻ്റെ ആധാരം പഠിക്കില്ല, ആധേയവും പഠിക്കില്ല. ആധേയഭാവേന രണ്ടും കൂടെ പഠിക്കണം. അങ്ങനെ പഠിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക, ഓ ഇതിനു വേണ്ടിയാണ് നമ്മളെ പഠിപ്പിച്ചതല്ലേ. മനസ്സിലായോ? അപ്പം ഇതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഭഗവാൻ നമ്മളിതൊക്കെ അറിയണം, ആ സങ്കല്പവും വേണം, ആ ഭക്തിയും വേണം. എന്തിനു വേണ്ടി ആവണം? നന്മ വരുത്താൻ വേണ്ടിയിട്ടാവണം. ഞാൻ ആൾക്കാരെ കൊല്ലുന്നു എന്നുള്ളതല്ല ഇതിനകത്ത് സങ്കല്പം. അത് കഴിഞ്ഞാൽ എത്ര പേർക്ക് ഇതുകൊണ്ട് ഗുണമുണ്ട്, അതാണ് ധർമ്മം. എനിക്ക് മാത്രം, എല്ലാവരുടെയും ഈഗോ ആണ് യുദ്ധം. പക്ഷേ ആ ഈഗോ കൊണ്ട് യുദ്ധം ചെയ്യരുത്. എന്തിനു വേണ്ടി ചെയ്യണം? ബാക്കിയുള്ളവർക്ക് നന്മ വരുത്താൻ വേണ്ടി ഞാൻ യുദ്ധം ചെയ്യണം. അതാണ് ഭഗവാന്റെ സങ്കല്പം. ഏന കേന പ്രകാരേണ കസ്യാപി ദേഹിനഃ സന്തോഷം ജനയത് പ്രജ്ഞ തദൈവം ഈശ്വര പൂജനം. അപ്പൊ അതുകൊണ്ട് അർജുനൻ കുറേ വാഗ്വാദങ്ങൾ പറയും. അതുകൊണ്ട് മുത്തശ്ശനെ അല്ല കൊല്ലുന്നത്, മറുഭാഗത്ത് നിൽക്കുന്ന, മറുഭാഗത്തായിപ്പോയി, ഞാൻ എന്ത് ചെയ്യാനാണ്? മനസ്സിലായോ? അതുകൊണ്ട് നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെയാണ് കൊല്ലുന്നത്. അത് ഏത് ഭാഗത്ത് നിന്നാലും ആ ഭാഗത്ത് നമ്മൾ യുദ്ധം ചെയ്യുക എന്നുള്ളതാണ് കടമ. അതും എന്തുകൊണ്ടാണ്? അദ്ദേഹം പണ്ട് ഒരു വ്രതം എടുത്തുപോയി, ഞാൻ ഭരിക്കുന്ന ഭാഗത്ത് എപ്പോഴും നിൽക്കുന്നു. ആരെ? മുത്തശ്ശൻ. അതുകൊണ്ട് നിന്നേ പറ്റൂ. അയാൾക്ക് വാക്കിനാണ് പ്രാധാന്യം. അയാൾക്ക് താല്പര്യമില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാ കാര്യത്തിലും പുറത്ത്, യുദ്ധക്കളത്തിൽ നിന്ന് പുറത്ത് വരുമ്പോൾ കാര്യങ്ങളൊക്കെ പറയും. ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്നെ അടിച്ചു മാറ്റാം, ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇന്നാളെ കൊല്ലാം, ആവശ്യമുള്ള എല്ലാ അഡ്വൈസും കൊടുക്കട്ടെ. പക്ഷെ യുദ്ധക്കളത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ അവർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യും. അങ്ങനെ ചെയ്യാൻ പറ്റും. കൃഷ്ണനും അതുപോലെ തന്നെ. ഞാൻ യുദ്ധം ചെയ്യില്ല, പക്ഷെ ഞാൻ എല്ലാ സംഭവങ്ങളും പറഞ്ഞു തരാം. അവിടെയും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഇവിടെയും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഓരോരാൾക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കാരണം എല്ലാ ഭാഗത്തും ന്യായമുണ്ട്, എല്ലാ ഭാഗത്തും ആത്മാവുണ്ട്, എല്ലാ ഭാഗത്തും സങ്കല്പങ്ങളുണ്ട്. അതിൽ ഏതാണ് തെറ്റ് ഏതാണ് ശരി എന്നൊക്കെ ആരുപയോഗിക്കും? കാലം പറയും. അവർക്ക് ചെയ്തിട്ടുള്ള ചില ഗുണങ്ങൾക്ക് കുറച്ച് സപ്പോർട്ട് അവർക്കും കൊടുക്കണം. പക്ഷെ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് ആർക്കാവണം? പൊതുജനങ്ങൾക്ക് നന്മ കൊടുക്കുന്നതാവണം. അതാണ് ശാസ്ത്രം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റ് ആണെന്ന് മനസ്സിലാക്കുക. ആ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കാതെ നമ്മൾ പഠിച്ചാലും വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് കോണ്ടെക്സ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇപ്പൊ ഭഗവത്ഗീത 2 ശ്ലോകം. ഒന്നുകിൽ സഞ്ജയനോട് ചോദിച്ചു, സഞ്ജയൻ ഉത്തരം പറഞ്ഞു, ശ്ലോകം അവിടെ തീർക്കാം. ഗീതയിലാണെങ്കിൽ 2ാമത്തെ അധ്യായത്തിലെ 11ാമത്തെ ശ്ലോകം, 18ാമത്തെ അധ്യായത്തിലെ 66ാമത്തെ. ഇനി അവിടുന്ന് നമുക്ക് ട്രേറ്റ് ചെയ്ത് വന്നാൽ സെൻട്രൽ ശ്ലോകം വരെ തീരുമ്പോഴത്തേക്ക് അത് തീരും. ഇത്രേ ഉള്ളൂ.